ഹായ് എവരി വൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് HTTP പ്രോട്ടോകോൾ എന്താണെന്നും HTTP പ്രോട്ടോകോളിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസും ആയിരിക്കും പരിചയപ്പെടുക. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന ഒരു പ്രോട്ടോകോളാണ് HTTP. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. HTTP പറ്റി പറയുകയാണെ എ കോമൺ ലാംഗ്വേജ് ദാറ്റ് ക്ലയൻറ്റ് ആൻഡ് സെർവർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്കൊരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. ഈ ക്ലയൻറ്റിന് ഒരു HTML ഫയൽ വേണമെന്ന് സെർവറിനോട് പറയുകയാണ്. ക്ലയൻറ്റ് പറയാണ് സെർവറിനോട് എനിക്ക് index.html ഫയൽ വേണം. സെർവറിന് ഇത് മനസ്സിലാക്കണമല്ലോ. അവിടെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എ കോമൺ ലാംഗ്വേജ് കടന്നു വരുന്നത്. ക്ലയൻറ്റിനും സെർവറിനും മനസ്സിലാകുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആണ് HTTP. സെർവർ index.html വേണമെന്ന് മനസ്സിലാക്കിയിട്ട് index.html സെൻഡ് ചെയ്യും. HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്യുന്നത് റൂൾസ് ആൻഡ് ഫോർമാറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. HTTP ആണ് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ട റൂൾസ് സെറ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു HTTP വേർഷൻസ്. HTTPയുടെ ഏറ്റവും ആദ്യത്തെ വേർഷനാണ് 0.9. ഈ വേർഷനിൽ ഗെറ്റ് മെത്തേഡ് മാത്രമേ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ഈ വേർഷനിൽ മെയിൻലി സംഭവിച്ചത് ഒരു HTML ഫയൽ വേണേൽ ക്ലയൻറ്റ് സെർവറിനോട് പറയും ഗെറ്റ് index.html, അല്ലെങ്കിൽ ആ HTML ഫയലിൻ്റെ പേര്. അന്നേരം സെർവർ ആ HTML ഫയൽ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. ഗെറ്റ് മെത്തേഡ് മാത്രമേ HTTP 0.9 സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ഫയൽ അല്ലാണ്ട് CSS, JavaScript ഇതുപോലെയുള്ള ഫയൽസ് ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. നോ HTTP ഹെഡേഴ്സ്. നിങ്ങൾക്ക് ബാക്ക് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾ APIസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കാണാം. അതൊന്നും HTTP 0.9 ഉണ്ടായിരുന്നില്ല. ഹെഡേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ content type, content length, etc. പിന്നെ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ബേസ്ഡ് റെസ്പോൺസസ് ആയിരുന്നു. ഇവിടെ ഈ HTML ഫയലൊക്കെ ടെസ്റ്റ് ആയിട്ടായിരുന്നു സെൻഡ് ചെയ്തിരുന്നത്. പിന്നെ പറയേണ്ട കാര്യം സ്റ്റാറ്റസ് കോഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. APIയുടെ റെസ്പോൺസസിൽ നമ്മൾ സ്റ്റാറ്റസ് കോഡ്സ് ഒക്കെ കാണാറുണ്ട്. 200, 400, 201, 404. ഈ സ്റ്റാറ്റസ് കോഡ് ഒന്നും HTTP 0.9 ഡിഫൈൻ ചെയ്തിരുന്നില്ല. HTTP 0.9 ശേഷം HTTP 1.0 വന്നു. HTTP 0.9 ഗെറ്റ് റിക്വസ്റ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ഇവിടെ ഗെറ്റും പോസ്റ്റും ഹെഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 മെത്തേഡ്സും സപ്പോർട്ടഡ് ആണ്. ഗെറ്റ് മെയിൻലി എന്തെങ്കിലും ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ HTML ഫയൽ റിട്രീവ് ചെയ്യാനായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പോസ്റ്റ് ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് മെയിൻലി യൂസ് ചെയ്യാറ്. ഹെഡ് എന്ന് പറഞ്ഞാൽ
മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും മെറ്റാഡേറ്റ, ഒരു റിസോഴ്സിനെ പറ്റിയുള്ള മെറ്റാഡേറ്റ റിട്രീവ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്ത ടൈം, അതൊരു മെറ്റാഡേറ്റയാണ്. എന്ത് ടൈപ്പ് ഓഫ് റിസോഴ്സ്, ഇതൊക്കെ മെറ്റാഡേറ്റയാണ്. പിന്നെ ആ റിസോഴ്സ് ചേഞ്ച് ആയോ എന്ന് അറിയാൻ, ആ റിസോഴ്സ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ, ഇതിനെല്ലാം ഹെഡ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ പോസ്റ്റിന് ഹെഡ് എന്ന് പറഞ്ഞ 2 മെത്തേഡ്സ് കൂടി HTTP 1.0 സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവിടെ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഹെഡേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. HTTP 0.9 ഹെഡേഴ്സിന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ റിക്വസ്റ്റ് ഹെഡേഴ്സും റെസ്പോൺസ് ഹെഡേഴ്സിനും സപ്പോർട്ടുണ്ട്. നമുക്ക് ഒരു റിസോഴ്സിൻ്റെ കണ്ടന്റ് ടൈപ്പും കണ്ടന്റ് ലെങ്ത്തും ഒക്കെ ഹെഡേഴ്സിൽ പറഞ്ഞു കൊടുക്കാം ക്ലയൻറ്റിന്. HTTP 0.9 HTML ഫയൽസ് മാത്രമേ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ഇവിടെ CSS ഫയൽസും ജാവാസ്ക്രിപ്റ്റ് ഫയൽസും ഇമേജസും എല്ലാം സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്റ്റാറ്റസ് കോഡ്സ്, APIയിൽ വരുന്ന സ്റ്റാറ്റസ് കോഡ്സ് 200, 404, 500 അതും HTTP 1.0 സപ്പോർട്ടഡ് ആണ്. പിന്നെ HTTP 1.0 സംഭവിക്കുന്നത്, നമുക്കൊരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. നമുക്കറിയാം, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. TCP കണക്ഷൻ എങ്ങനെയായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 3-way ഹാൻഡ് ഷേക്കിലൂടെ. അത് കഴിഞ്ഞ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, സെർവർ റെസ്പോൺസ് സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് 2-way ടിയർ ഡൗൺ, നമ്മൾ ആ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. HTTP 1.0 കേസിൽ നമുക്കൊരു HTML ഫയൽ വേണമെന്ന് വിചാരിച്ചോ. അന്നേരം ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും 3-way ഹാൻഡ് ഷേക്കിലൂടെ. എന്നിട്ട് HTML ഫയൽ റിക്വസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സെർവർ റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞ് ഈ കണക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. ഇനി ഒരു CSS ഫയൽ വേണമെന്ന് വിചാരിച്ചോ, അവിടെയും ഈ പ്രോസസ്സ് തന്നെ ആയിരിക്കും നടക്കുക. വീണ്ടും 3-way ഹാൻഡ് ഷേക്ക് വരും. അത് കഴിഞ്ഞ് CSS ഫയൽ റിക്വസ്റ്റ് ചെയ്യും, റെസ്പോൺസ് ആയിട്ട് CSS ഫയൽ സെർവർ റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞ് 2-way ടിയർ ഡൗൺ നടക്കും. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ തവണയും HTML അല്ലെങ്കിൽ CSS ഫയൽ വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് കഴിഞ്ഞ് HTML അല്ലെങ്കിൽ CSS ഫയൽ റിക്വസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഇതാണ് HTTP 1.0 സംഭവിക്കുന്നത്. കമ്മിങ് ടു HTTP 1.1. HTTP 1.1 ഗെറ്റ്, പോസ്റ്റ്, ഹെഡ് മെത്തേഡ്സ് കൂടാണ്ട് കുറച്ചുകൂടി റിക്വസ്റ്റ് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ആയി. പുട്ട്, ഡിലീറ്റ്, ഓപ്ഷൻസ്, ട്രേസ്, കണക്ട്. ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇങ്ങനെ കുറച്ച് റിക്വസ്റ്റ് മെത്തേഡ്സ് കൂടി HTTP 1.1 ഇൻട്രൊഡ്യൂസ് ആയി. പിന്നെ HTTP 1.1 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്യാഷിംഗ് കേപ്പബിലിറ്റീസ്. കുറച്ച് ക്യാഷിംഗ് ഹെഡേഴ്സ്, ക്യാഷ് കൺട്രോൾ, ഈ ടാഗ്, ലാസ്റ്റ് മോഡിഫൈഡ്. HTTP 1.1 ഇൻട്രൊഡ്യൂസ് ആയി. ഈ ഹെഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് API റെസ്പോൺസസ് ബ്രൗസർ സൈഡിൽ ക്യാഷ് ചെയ്യാനൊക്കെ സാധിക്കും HTTP 1.1. പിന്നെ HTTP 1.1 വന്ന
മറ്റൊരു കേപ്പബിലിറ്റിയാണ് ചങ്ക് ട്രാൻസ്ഫർ എൻകോഡിംഗ്. നമുക്കൊരു ക്ലയൻറ്റും ഉണ്ട്, സെർവറും ഉണ്ട്. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യുന്നു, സെർവർ റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നു. HTTP 1 സെർവറിന് നേരത്തെ അറിയണമായിരുന്നു ഇവിടെ സെൻഡ് ചെയ്യുന്ന ആ റെസ്പോൺസിൻ്റെ ലെങ്ത്. എന്നാൽ HTTP 1.1 ചങ്ക് ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതിലൂടെ സെർവറിന് റെസ്പോൺസിൻ്റെ ലെങ്ത് അറിയില്ലെങ്കിൽ ചങ്ക്സ് ആയിട്ട് റെസ്പോൺസ് സെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 2 KB ഓഫ് ഡേറ്റ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചങ്ക്സ് ആയിട്ട് ഒരു 500 ബൈറ്റ്സിൻ്റെ 4 ചങ്കാണല്ലോ 2 KB. അന്നേരം 500 ബൈറ്റ്സ് നമുക്ക് ഇങ്ങനെ 4 ടൈംസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ചങ്ക് ട്രാൻസ്ഫർ എൻകോഡിങ്ങിലൂടെ. പിന്നെ HTTP 1.1 വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ്. HTTP 1.0 ഓരോ റിക്വസ്റ്റിനും റെസ്പോൺസിനും തൊട്ട് മുമ്പായിട്ട് നമുക്ക് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. 3-way ഹാൻഡ് ഷേക്ക്. അത് കഴിഞ്ഞ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട്. അത് കഴിഞ്ഞ് സെർവർ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2-way ടിയർ ഡൗൺ. HTTP 1.1 നമുക്ക് ഒരു TCP കണക്ഷൻ തന്നെ മൾട്ടിപ്പിൾ റിക്വസ്റ്റിനും റെസ്പോൺസിനും വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. ആദ്യം ഒരു 3-way ഹാൻഡ് ഷേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക, സെർവർ റെസ്പോൺസ് സെൻഡ് ചെയ്യും. സിമിലർലി ആ സെയിം കണക്ഷനിൽ തന്നെ വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം, സെർവറിന് റെസ്പോൺസ് സെൻഡ് ചെയ്യാം. ഇത് HTTP 1.1 അച്ചീവ് ചെയ്യുന്നത് കണക്ഷൻ കീപ്പ് എലൈവ് എന്ന ഹെഡേഴ്സിൽ പാസ് ചെയ്തുകൊണ്ടാണ്. പെർസിസ്റ്റൻറ്റ് കണക്ഷൻസ് ഇതാണ് HTTP 1.1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ. പിന്നെ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും HTTP 1.1 ഇൻട്രൊഡ്യൂസ് ആയി. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ ആദ്യം നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, റെസ്പോൺസ് വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, സെർവറിൽ നിന്ന് റെസ്പോൺസ് വരുന്നു. പൈപ്പ് ലൈനിങ്ങിൽ സംഭവിക്കുന്നത് നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അറ്റ് ദ സെയിം ടൈം സെൻഡ് ചെയ്യാൻ സാധിക്കും. റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇവിടെ ഞാൻ 2 റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം, റിക്വസ്റ്റ് 1ഉം റിക്വസ്റ്റ് 2ഉം. അന്നേരം സെർവർ റെസ്പോൺസ് 1ഉം റെസ്പോൺസ് 2ഉം സെൻഡ് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസസ് അതേ ഓർഡറിൽ തന്നെ വേണം സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട്. ഇവിടെ റിക്വസ്റ്റ് 1 ആണ് ഫസ്റ്റ് വന്നത്, അതുകൊണ്ട് റെസ്പോൺസ് 1 തന്നെ വേണം സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് ഫസ്റ്റ് സെൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം റെസ്പോൺസ് 2 സെൻഡ് ചെയ്യാൻ. ഇത് കാരണം ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പം റിക്വസ്റ്റ് 1 പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയം എടുത്തെന്ന് വിചാരിച്ചോ, സെർവറിൻ്റെ എൻഡിൽ. അന്നേരം നമുക്ക് റെസ്പോൺസ് 1 സെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ റെസ്പോൺസ് 2 ഡിലേഡ് ആയി. ഇതിനെ നമ്മൾ ഹെഡ് ഓഫ് ലൈൻ ബ്ലോക്കിംഗ് എന്ന് പറയും. HOL ബ്ലോക്കിംഗ്, ഹെഡ് ഓഫ് ലൈൻ
ബ്ലോക്കിംഗ്. ഒരു റിക്വസ്റ്റിൻ്റെ പ്രോസസ്സിങ് കുറേ സമയം എടുക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള റെസ്പോൺസസ് ഡിലേ ആവുകയാണ്. ഇതിനെ നമ്മൾ ഹെഡ് ഓഫ് ലൈൻ ബ്ലോക്കിംഗ് എന്ന് പറയും. ഇനി HTTP വേർഷൻ 2. HTTP 1.1 നമ്മൾ ഹെഡേഴ്സിനെയും റിക്വസ്റ്റ് ബോഡിയെയും പ്ലെയിൻ ടെസ്റ്റ് ആയിട്ടായിരുന്നു സെൻഡ് ചെയ്തിരുന്നത്. HTTP 2 വരുമ്പോൾ ഹെഡേഴ്സിനെയും ബോഡിയെയും നമ്മൾ റിക്വസ്റ്റ് ഹെഡേഴ്സിനെയും റിക്വസ്റ്റ് ബോഡിയെയും ബൈനറി ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യുന്നത്, വൺസ് ആൻഡ് സീറോസ്. അതുകൊണ്ട് തന്നെ HTTP വേർഷൻ 2 ഒരു ബൈനറി പ്രോട്ടോകോൾ ആണെന്ന് പറയാം. നമ്മൾ ഇവിടെ ബൈനറി ഫോർമാറ്റിൽ സീറോസിൻ്റെയും വൺസിൻ്റെയും രൂപത്തിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യൻ്റ് ആണ്. പിന്നെയുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡേഴ്സ് കംപ്രഷൻ. നമ്മുടെ APIസിലുള്ള റിക്വസ്റ്റ് ഹെഡേഴ്സിനെ HPAC എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് HTTP വേർഷൻ 2 കംപ്രസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ റിഡൻഡൻസി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സപ്പോസ് ഒരു API കോൾ ചെയ്യാണ്, അന്നേരം ഒരു ഹെഡർ ഉണ്ട്. ആ ഹെഡർ തന്നെ രണ്ടാമത് വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കംപ്രസ് ചെയ്ത് സെൻഡ് ചെയ്യാൻ സാധിക്കും. HPAC എന്ന് പറഞ്ഞ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അതിലൂടെ ഡേറ്റ ട്രാൻസ്ഫർ വീണ്ടും ഫാസ്റ്റ് ആവും. പിന്നെയുള്ളൊരു ഫീച്ചറാണ് മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്പിൾ റിക്വസ്റ്റും മൾട്ടിപ്പിൾ റെസ്പോൺസസും can be sent concurrently over a single TCP കണക്ഷൻ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ മൾട്ടിപ്പിൾ റിക്വസ്റ്റും മൾട്ടിപ്പിൾ റെസ്പോൺസും നമുക്ക് കൺകറൻ്റ്ലി ഒരു TCP കണക്ഷനിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളൊരു ഫീച്ചറാണ് സെർവർ പുഷ്. നമുക്കൊരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. നമ്മുടെ ഈ ക്ലയൻറ്റ് സെർവറിനോട് ഒരു index.html ചോദിച്ചെന്ന് വിചാരിച്ചു. അന്നേരം ഈ സെർവറിന് ആ index.htmലും അതിന് വേണ്ട style.cssഉം മൾട്ടിപ്പിൾ റെസ്പോൺസസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരെണ്ണേ ചോദിച്ചുള്ളൂ, പക്ഷേ സെർവറിന് അറിയായിരുന്നു style.css index.htmലിന് വേണമെന്ന്. അതുകൊണ്ട് മൾട്ടിപ്പിൾ റെസ്പോൺസസ് ഒരു സിംഗിൾ റിക്വസ്റ്റിന് സെർവർ റിട്ടേൺ ചെയ്തു. ഈ ഒരു ഫീച്ചറും HTTP വേർഷൻ 2 അവൈലബിൾ ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു സെർവർ ഉണ്ട്. ഈ സെർവറിലോട്ട് ഞാൻ 3 റിക്വസ്റ്റ് സീക്വൻഷ്യലി സെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. റിക്വസ്റ്റ് 1, പിന്നെ റിക്വസ്റ്റ് 2, പിന്നെ റിക്വസ്റ്റ് 3. ഇവിടെ ഈ ആദ്യത്തെ റിക്വസ്റ്റിന് കുറേ ടൈം എടുക്കുകയാണ്. അന്നേരം റിക്വസ്റ്റ് 2ഉം റിക്വസ്റ്റ് 3യും ഡിലേ ആവുകയാണ്.
ആദ്യത്തെ റിക്വസ്റ്റ് ഈ സർവർ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുകയാണ്. അതുകൊണ്ട് റിക്വസ്റ്റ് 2ഉം റിക്വസ്റ്റ് 3യും ഒരുപാട് ഡിലേ ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അതിനുവേണ്ടി HTTP 2 ചെയ്യുന്നത് റിക്വസ്റ്റ് 1നെ പല പല സ്മോളർ ഡാറ്റ യൂണിറ്റ്സ് ആകും. റിക്വസ്റ്റ് 1നെ ഞാൻ സ്ട്രീം 1 എന്ന് പറയുകയാണ്. മറ്റൊരു പേരാണ് സ്ട്രീം 1. ഇതിനെ സ്ട്രീം 2. റിക്വസ്റ്റ് 3യെ സ്ട്രീം 3 എന്ന് ഞാൻ വിളിക്കുകയാണ്. ലോജിക്കലി ഈ 3 റിക്വസ്റ്റും ഡിഫറൻ്റ് ആണ്. അതിനെ ഞാൻ സ്ട്രീംസ് എന്ന് വിളിക്കുകയാണ്. നമ്മുടെ റിക്വസ്റ്റ് 1 ഡാറ്റയെ ഞാൻ പല പല സ്മോളർ ഡാറ്റ യൂണിറ്റ്സ് ആക്കുകയാണ്. ഇതിനെ ഞാൻ ഫ്രെയിംസ് എന്ന് വിളിക്കുന്നു. സിമിലർലി റിക്വസ്റ്റ് 2ൻ്റെ കേസിലും, സിമിലർലി റിക്വസ്റ്റ് 3യുടെ കേസിലും ഇവിടെയുള്ള ഓരോ ഫ്രെയിമിനും ഒരു സ്ട്രീം ID ഉണ്ടായിരിക്കും. ഈ ഫ്രെയിം ഏത് സ്ട്രീമിലോട്ടാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ഇവിടെ സ്ട്രീം ID 1 ആയിരിക്കും റിക്വസ്റ്റ് 1ൻ്റെ ഫ്രെയിംസിൻ്റെ കേസിൽ. റിക്വസ്റ്റ് 2ൻ്റെ കേസിൽ സ്ട്രീം ID 2 ആയിരിക്കും. റിക്വസ്റ്റ് 3യുടെ കേസിൽ സ്ട്രീം ID 3 ആയിരിക്കും. ഇനി സംഭവിക്കുക, നേരത്തെ പ്രശ്നമായിരുന്നു റിക്വസ്റ്റ് 1 ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, റിക്വസ്റ്റ് 2 റിക്വസ്റ്റ് 3യും ഡിലേ ആവുമായിരുന്നു. നമ്മൾ ഈ 3 റിക്വസ്റ്റിനെയും ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ നോക്കുകയാണ് HTTP 2.0യിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് 1ൻ്റെ ഫ്രെയിംസ് എടുക്കും. ആദ്യം റിക്വസ്റ്റ് 1ൻ്റെ ഫ്രെയിം പോവും, പിന്നെ റിക്വസ്റ്റ് 2ൻ്റെ ഫ്രെയിം ഇടാം. പിന്നെ വീണ്ടും റിക്വസ്റ്റ് 1, പിന്നെ വീണ്ടും റിക്വസ്റ്റ് 2. അത് കഴിഞ്ഞ് വീണ്ടും റിക്വസ്റ്റ് 1 എടുക്കുന്നു, റിക്വസ്റ്റ് 3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സർവറിലോട്ട് ഫ്രെയിംസിൻ്റെ രൂപത്തിൽ പോവുകയാണ്. ഇതിലൂടെ നമുക്ക് റിക്വസ്റ്റ് 2നെ റിക്വസ്റ്റ് 1 കംപ്ലീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു റിക്വസ്റ്റ് 1 കഴിഞ്ഞ് റിക്വസ്റ്റ് 2 പ്രോസസ് ചെയ്യാനായിട്ട്. ഇവിടെ ഇത്രയും പാർട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് റിക്വസ്റ്റ് 2 പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഈ ഫ്രെയിംസിനെ എല്ലാം സ്ട്രീം ഐഡൻറ്റിഫയർ യൂസ് ചെയ്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്ട്രീം ID ഇതിൻ്റെ സ്ട്രീം ID 2 ആണ്. അതുകൊണ്ട് ഇത് റിക്വസ്റ്റ് 2ലോട്ടാണ് ബിലോങ് ചെയ്യുന്നത്. ഇതിൻ്റേത് സ്ട്രീം ID 1 ആണ്. ആ ഒരു ഇൻഫർമേഷൻ ഓരോ ഫ്രെയിമിലും ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഒരു സിംഗിൾ TCP കണക്ഷനിൽ സർവറിലോട്ട് സെൻഡ് ചെയ്യാൻ സാധിച്ചു. സിമിലർലി നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസസും, ക്ലയൻ്റ് ഉണ്ട്, സെർവർ ഉണ്ട്, നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസസും സിമിലർ വേയിൽ തന്നെ സ്ട്രീംസിൻ്റെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമുക്ക് സപ്പോസ് ഒരു index.html styles.css സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ സെയിം രീതിയിൽ തന്നെ സ്ട്രീംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക index.htmlനെയും styles.cssനെയും, എന്നിട്ട് ഫ്രെയിംസ് ആയിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസസും ഒരു സിംഗിൾ TCP കണക്ഷനിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീം പ്രയോറിറ്റൈസേഷനാണ്. സ്ട്രീം പ്രയോറിറ്റൈസേഷനിൽ മെയിൻലി സംഭവിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു ഇമേജ് കൂടി വേണമെന്ന് വിചാരിച്ചു, image.jpg.
നമുക്ക് 3 ഫയൽസ് HTML വേണം, CSS വേണം, image.jpg വേണം സെർവറിൽ നിന്ന്. അന്നേരം ഏത് ഫസ്റ്റ് വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. സ്ട്രീം പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഏത് ഫസ്റ്റ് എത്തണം, ഇതിൽ ഏത് ഫയൽ ഫസ്റ്റ് ക്ലയൻറ്റിൽ എത്തണം, ഇത് നമുക്ക് സ്ട്രീം പ്രയോറിറ്റൈസേഷനിലൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇനി HTTP3 യൂസ് ചെയ്യുന്നത് ക്യുക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോള് UDPയുടെ മുകളിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് UDP. HTTP2 TCP ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 3 റിക്വസ്റ്റിനെ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് സെർവറിലോട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തു. TCPയുടെ കേസിൽ നമുക്കറിയാം, ഇവിടെ ഇങ്ങനെ ഫ്രെയിംസ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രെയിം അല്ലെങ്കിൽ പാക്കറ്റ് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഫ്രെയിംസിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫ്രെയിമിനെ റീസെൻഡ് ചെയ്യുന്നിടം വരെ. അതുകൊണ്ട് തന്നെ ഇതിൽ ഹെഡ് ഓഫ് ലൈൻ ബ്ലോക്കിംഗ് ഉണ്ട്. TCP ലെയറിൽ ഏതെങ്കിലും ഒരു പാക്കറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പാക്കറ്റ്സ് എല്ലാം ഈ പാക്കറ്റ് റീസെൻഡ് ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ TCP ലെയറിൽ ഹെഡ് ഓഫ് ലൈൻ ബ്ലോക്കിംഗ് പ്രോബ്ലം ഉണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് HTTP3 TCPക്ക് പകരം UDP യൂസ് ചെയ്യുന്നത്, അഥവാ ക്യുക്ക് പ്രോട്ടോക്കോൾ. ക്യുക്ക് പ്രോട്ടോക്കോൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, റിക്വസ്റ്റ് 1ഉം റിക്വസ്റ്റ് 2ഉം. ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ടായിരുന്നു HTTP2 റിക്വസ്റ്റ് 1നെയും റിക്വസ്റ്റ് 2നെയും സെൻഡ് ചെയ്തിരുന്നത്. ഇതിന് പകരം റിക്വസ്റ്റ് 1ഉം റിക്വസ്റ്റ് 2ഉം നമുക്ക് സ്ട്രീംസ് ആണെന്ന് പറയാമല്ലോ. ഈ സ്ട്രീംസിനെ ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്യും. ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിക്വസ്റ്റ് 1ൻ്റെ ഫ്രെയിംസ് അല്ലെങ്കിൽ പാക്കറ്റ്സ് ആണെന്ന് വിചാരിച്ചോ. ഇനി ഇത് റിക്വസ്റ്റ് 2ൻ്റെ ഫ്രെയിംസ്. ഇത് രണ്ടും സെപ്പറേറ്റ്ലി ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ക്യുക്ക് പ്രോട്ടോക്കോള് ഈ ഫ്രെയിംസിനെ ട്രീറ്റ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പം റിക്വസ്റ്റ് 2ൻ്റെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ പാക്കറ്റാണ് ലോസ് ആയതെന്ന് വിചാരിച്ചോ. അന്നേരം റിക്വസ്റ്റ് 1ൻ്റെ ഫ്രെയിംസ് ഒന്നും അഫക്റ്റഡ് ആവുന്നില്ല. ഇതിൻ്റെ സെൻഡിങ് പണ്ടത്തെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. പണ്ട് നമ്മൾ HTTP2 ഈ ഒരു രീതിയിലായിരുന്നു സെൻഡ് ചെയ്തിരുന്നത്. അന്നേരം റിക്വസ്റ്റ് 2ൻ്റെ ഫ്രെയിം ലോസ് ആയി കഴിഞ്ഞാൽ റിക്വസ്റ്റ് 1ഉം അഫക്റ്റ് ആവുന്നുണ്ടായിരുന്നു, അതിനും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. HTTP3 ഈ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഓരോ സ്ട്രീമിനെയും ഇൻഡിപെൻഡൻ്റ്ലി ആണ് HTTP3 ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ HTTP3 കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക വളരെ ഫാസ്റ്റ് ആണ്. ഇവിടെ ഒരു റൗണ്ട് ട്രിപ്പ് മതി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഒരു റിക്വസ്റ്റും ഒരു റെസ്പോൺസും. അതേസമയം HTTP3 നമുക്ക് 3 റൗണ്ട് ട്രിപ്സ് ആവശ്യം ഉണ്ടായിരുന്നു. TCPയുടെ കേസിൽ അല്ലെങ്കിൽ
HTTP2 കേസിലൊക്കെ നമ്മൾ TCP ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. TCPയുടെ കേസിൽ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകേണ്ടി വരുമായിരുന്നു. ഇവിടെ നമുക്ക് കണക്ഷൻ റിസീവ് ചെയ്യുക വളരെ എളുപ്പമാണ്. കണക്ഷൻ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. ഇവിടെ 0 റൗണ്ട് ട്രിപ്പിൽ നമുക്ക് കണക്ഷൻ റിസീവ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ഡേറ്റ കണക്ഷൻ റിസീവ് ചെയ്യുന്ന ആ ടൈമിൽ നമുക്ക് കുറച്ച് ഡേറ്റ സെൻഡ് ചെയ്യുക ഒരു കീ യൂസ് ചെയ്തിട്ട്. അതായത് ഈ ഡേറ്റയെ ഒരു കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെർവറിലോട്ട് സെൻഡ് ചെയ്യും. ഈ കീ എവിടെ നിന്നായിരിക്കും കിട്ടുക? കണക്ഷൻ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ടൈമിൽ ഇവിടെ സെർവർ സെൻഡ് ചെയ്യുന്ന ആ റെസ്പോൺസിൽ ആ കീ ഉണ്ടായിരിക്കും. ഈ കീ യൂസ് ചെയ്ത് ഈ ഡേറ്റ സെൻഡ് ചെയ്യുമ്പം നമ്മുടെ സെർവറിന് മനസ്സിലാവും സെയിം കണക്ഷൻ തന്നെയാണെന്ന്. അങ്ങനെ നമുക്ക് വേഗത്തിൽ കണക്ഷൻ റിസീവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ HTTP3 കേസിൽ ഹെഡേഴ്സ് കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതത്തിൻ്റെ പേരാണ് ക്യൂപാക്ക്. HTTP2 കേസിൽ ഈ ഹെഡേഴ്സിൻ്റെ പാക്കറ്റ്സ് ഓർഡറിൽ വേണമായിരുന്നു ഡെലിവറി ചെയ്യാൻ. എന്നാൽ ഇവിടെ ക്യൂപാക്കിൻ്റെ കേസിൽ ഔട്ട് ഓഫ് ഓർഡർ ഡെലിവറി പോസിബിൾ ആണ്. പിന്നെ HTTP2 കേസിൽ നമ്മൾ വൈഫൈയിൽ നിന്ന് മൊബൈലിലോട്ട് സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. വൈഫൈയിൽ നിന്ന് 4G സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു മൊബൈലിൽ. അന്നേരം നമുക്ക് കണക്ഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നുണ്ട് TCP യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ IP അഡ്രസ്സ് ചേഞ്ച് ആവുന്നുണ്ട് വൈഫൈയിൽ നിന്ന് 4G പോയപ്പോൾ. അതുകൊണ്ട് തന്നെ കണക്ഷൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം HTTP3 കണക്ഷൻ നമുക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നില്ല. കണക്ഷൻ ID എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് HTTP3. ഈ കണക്ഷൻ ID ഓരോ ക്വിക്ക് കണക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വൈഫൈയിൽ നിന്ന് 4G ചേഞ്ച് ചെയ്തപ്പോൾ IP അഡ്രസ്സ് ചേഞ്ച് ആയി. അതുകൊണ്ട് ഈ ഒരു കേസിൽ, അതായത് HTTP2 കേസിൽ TCP യൂസ് ചെയ്യുന്ന ആ കേസിൽ സെയിം കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ HTTP3 കണക്ഷൻ ID എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഓരോ കണക്ഷനിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡിൽ വൈഫൈയിൽ നിന്ന് 4G മാറുമ്പോഴും ഈ കണക്ഷൻ ID സെയിം തന്നെ ആയിരിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ സെർവറിന് മനസ്സിലാക്കാൻ സാധിക്കും സെയിം കണക്ഷൻ ആണെന്ന്. താങ്ക് യു എവരിവൺ.